പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ വിഷു 1200 ആണ്ട് മീനമാസം 30 ഞായറാഴ്ച രാത്രി 3:21 അതായത് ഉദയാൽപരം 52 നാഴിക 40 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രം 1-ാം പാദത്തിങ്കൽ തുലാക്കൂറിൽ മേടരവി സംക്രമമാണ്. ഈ വർഷത്തെ വിഷുഫലം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കുമെന്ന് പാരമ്പര്യ ജ്യോതിഷ ഗണിത രീതിയിൽ ഗ്രഹനിലയെ അടിസ്ഥാനപ്പെടുത്തിയും ഏറ്റവും നൂതനമായ രീതിയിൽ വ്യത്യസ്ത മേഖലകളിലുള്ള വ്യക്തികളുടെ ആയിരക്കണക്കിന് ഗ്രഹനിലകളെ മുൻനിർത്തിയും ഏറ്റവും കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കുവാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾ മറ്റു ജ്യോതിഷ വിദഗ്ധരിൽ നിന്നും കേട്ടിട്ടുള്ള ഫലപ്രവചന രീതിയിൽ നിന്നും അല്പം വ്യത്യസ്തമായിരിക്കാം. പക്ഷേ ഈ വിഷുഫലം മറ്റേത് പ്രവചനത്തെക്കാളും മികച്ചതാക്കുവാൻ ഞാൻ ഈശ്വരീയമായ എല്ലാ പ്രാർത്ഥനകളോടും കൂടിയാണ് ഇത് നിങ്ങൾക്ക് മുന്നിലേക്ക് സമർപ്പിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുവാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും കൂടി താല്പര്യപ്പെടുന്നു. ഇന്നത്തെ വിഷുഫലം ഇടവക്കൂറുകാരുടേതാണ്. കാർത്തിക അവസാനത്തെ 1/4 ഭാഗവും രോഹിണിയും മകയിരത്തിന്റെ ആദ്യ പകുതിയും ചേർന്നതാണ് ഇടവക്കൂറ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധ്വാനത്തിന് തക്കതായ ഉയർച്ച ഉണ്ടായില്ലെങ്കിലും ഭേദപ്പെട്ട പുരോഗതി കൈവരിക്കുവാൻ ഈ കൊല്ലം സാധിക്കുന്നതാണ്. ഉള്ള തൊഴിലിൽ അതൃപ്തി തോന്നുകയും മറ്റൊരു പ്രവൃത്തി മേഖല തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹം ഉടലെടുക്കുകയും ചെയ്യുന്നതാണ്. സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ സഹായത്തോടെ ചില പ്രവർത്തനങ്ങൾ വിജയകരമായി നടപ്പിൽ വരുത്തുവാൻ സാധിക്കുന്നതാണ്. കാശ് ചെലവഴിക്കുന്നതിൽ കാര്യപ്രാപ്തി കുറഞ്ഞു വരുന്നതാണ്. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും ഉള്ള തൊഴിലിൽ മികച്ചതായ നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കുന്നതാണ്. ബുദ്ധിപൂർവം സംസാരിക്കുക വഴി കലഹങ്ങളെ വഴിമാറ്റി വിടുവാനും സാധിക്കുന്നതാണ്. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് അപകടങ്ങൾ ഉണ്ടായി വരുവാനോ ശരിയായ രീതിയിൽ മരുന്ന് ഉപയോഗിക്കാത്തത് മൂലം ചെറിയ രോഗങ്ങൾ മൂർച്ഛിക്കുവാനോ സാധ്യത കാണുന്നു. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഈ വർഷം ഉണ്ടായി വരുന്നതാണ്. ചിട്ടിയിൽ നിന്ന് നേട്ടം കൈവരിക്കുവാനും സാധിക്കുന്നതാണ്. ഇക്കൊല്ലത്തെ വിഷുഫലത്തിന്റെ ഗുണഫലങ്ങളെ വർദ്ധിപ്പിക്കുവാനും ദോഷഫലങ്ങളെ കുറയ്ക്കുവാനും വേണ്ടിയിട്ടുള്ള ചില വഴിപാടുകളാണ് ഇനിയിവിടെ പ്രതിപാദിക്കുന്നത്. വിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി തോറും താമരപ്പൂവിന്റെ ഇതളുകൾ കൊണ്ട് അർച്ചന നടത്തുന്നതും മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച ദിവസം അരയാൽ പ്രദക്ഷിണം നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ ത്രയോദശി ദിവസം ജലധാര നടത്തുന്നതും മാസപ്പിറന്നാൾ ദിവസം ദാനധർമാദികൾ ചെയ്യുന്നതും ഗണപതിക്ക് ചതുർത്ഥി ദിവസം നാളികേരമുടയ്ക്കുന്നതും ഗുണകരമാകുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇക്കൊല്ലത്തെ വിഷുഫലം എല്ലാവർക്കും മംഗളപൂർണ്ണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിച്ചുകൊള്ളുന്നു. നമസ്കാരം.